ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് മൈ ഡ്രീംസ്. ഇപ്പോൾ ഇന്ന് ഒരു അടിപൊളി തട്ടിക്കൂട്ട് പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം ബാക്കി വന്നപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ള ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുത്തു. തട്ടിക്കൂട്ടാണെന്ന് പറഞ്ഞാലും മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഓറിയോ ഫ്ലേവറിലൊരു പുഡിംഗ് ചെയ്യാമെന്ന്. അങ്ങനെ ഓറിയോ നമ്മുടെ പാലിൽ മുക്കിയെടുത്ത ശേഷം പുഡിംഗ് ട്രേയിലേക്ക് നിരത്തി കൊടുത്തു. ഇടയ്ക്കുള്ള സ്പേസസ് ഒക്കെ ഓറിയോയുടെ ചെറിയ ബിസ്ക്കറ്റ് പീസസ് വെച്ച് കവർ ചെയ്ത ശേഷം നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം സെക്കൻഡ് ലെയർ ആയിട്ട് ടോപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എങ്ങനെയാ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. ഇനി നമ്മൾ തേർഡ് ലെയർ ആയിട്ട് കൊടുക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് ആണ്. ചോക്ലേറ്റ് ഗനാഷ് ഫുൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അങ്ങനെ തേർഡ് ലെയറും റെഡിയായി. ഇനി നിങ്ങളുടെ കലാവാസന അനുസരിച്ച് നിങ്ങൾക്ക് പുഡിംഗ് സ്റ്റൈൽ ചെയ്തെടുക്കാം. ഞാൻ ഓറിയോയുടെ ഒരു ബിസ്ക്കറ്റ് നടുക്കും സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് പീസസും വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തത്. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു 2 to 3 hours സെറ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഓറിയോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഒരു 5 minutes പോലും വരുന്നില്ല ഈ പുഡിംഗ് ഉണ്ടാക്കാം. പിന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 2 to 3 hours വെക്കണമെന്നേ ഉള്ളൂ. പെട്ടെന്നൊരു സ്വീറ്റ് ക്രേവിംഗ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. പിള്ളേർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കുക. ഇറ്റ്സ് മീ ഷാന സൈനിങ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. അല്ലാഹ്.